ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാഹിത്യകാരൻ ബോബ് ഡിലന്. അമേരിക്കൻ കാവ്യശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ ബോബ് ഡിലന് പുരസ്കാരം സമ്മാനിക്കുന്നത് അതുകാരണമാണ്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് സിജു ചേരുന്നു. സിജു, അദ്ദേഹം ഒരു നല്ല ഗായകനും കൂടിയാണ്, സാഹിത്യകാരനാണ്, അമേരിക്കയിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അധികം പരിചയമുള്ള ഒരു ഗായകൻ കൂടിയാണ് ബോബ് ഡിലൻ. വിശദാംശങ്ങൾ. ഒരു പക്ഷേ നൊബേൽ സാഹിത്യ സമ്മാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു പാട്ടുകാരൻ, അതോടൊപ്പം തന്നെ ഒരു പാട്ടെഴുത്തുകാരൻ, അതോടൊപ്പം സാഹിത്യകാരൻ എന്ന നിലയിലൊക്കെ പ്രശസ്തനായ ഒരു സംഗീതജ്ഞനെ ആദരിക്കുന്നത് തന്നെ പറയാം. ഒരുപക്ഷെ നൂറ്റാണ്ടിൻ്റെ പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ബോബ് ഡിലൻ 1960-കൾ മുതൽ അമേരിക്കൻ ജനപ്രിയ സംഗീതത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ജനപ്രിയ സംഗീതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത വ്യക്തിയാണ് ബോബ് ഡിലൻ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭാവന എന്നെടുത്ത് പറയേണ്ടത് അമേരിക്കയിലെ പൗരാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ യുദ്ധവിരുദ്ധ അതായത് യുദ്ധത്തിനെതിരെയും പാട്ടെഴുത്ത് ഒരുപക്ഷെ ഈ അമേരിക്കൻ പൗരാവകാശത്തിൻ്റെ പടപ്പാട്ടുകാരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് അദ്ദേഹത്തിന് വിശേഷിപ്പിക്കാൻ കഴിയും. അതായത് 20-ാം നൂറ്റാണ്ടിനെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബോബ് ഡിലൻ. മാത്രമല്ല ബോബ് ഡിലന് രാജ്യത്തെ മികച്ച ജേർണലിസ്റ്റുകൾക്ക് നൽകുന്ന പുരസ്കാരമായ പുലിറ്റ്സർ പ്രൈസ് വരെ ബോബ് ഡിലൻ ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ തന്നെ പറഞ്ഞാൽ പോലും 1960 മുതൽ ഏകദേശം 5 പതിറ്റാണ്ടോളം തന്നെ അമേരിക്കൻ ജനപ്രിയ സംഗീതത്തെ തൻ്റെ ഒപ്പം നടത്തുകയായിരുന്നു ബോബ് ഡിലൻ എന്ന് തന്നെ പറയാം. നമുക്കറിയാം ബ്ലോൺ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗാനം 1960-കളിൽ ഇറങ്ങി. അങ്ങനെ നിരവധി, ഒരുപക്ഷെ ഇന്ത്യ സംഗീതത്തെ സ്നേഹിക്കുന്ന നിരവധി ഇന്ത്യക്കാർക്ക് ബോബ് ഡിലനെ അറിയാം. അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ചില മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില വ്യതിയാനങ്ങൾ വന്നിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംഗീതത്തെ നിരാകരിക്കുവാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ജനപ്രിയ സംഗീതത്തെ നിരാകരിക്കുവാൻ ഒരു സംഗീതജ്ഞർക്കും അല്ലെങ്കിൽ സംഗീതപ്രേമികൾക്ക് കഴിയാതിരിക്കില്ല. അതായത് അദ്ദേഹത്തിൻ്റെ സംഗീതം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ ഫോക്ക് മ്യൂസിക്കിൻ്റെയും അതോടൊപ്പം തന്നെ റോക്ക് സംഗീതത്തിൻ്റെയും പോപ്പ് സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു തള്ളിക്കയറ്റം നമുക്കറിയാം. ബീറ്റിൽസിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ബോബ് ഡിലനും അദ്ദേഹത്തിൻ്റെ സംഗീതമായി വരികയും ഒരു സമാന്തര പാത വെട്ടിത്തെളിച്ചുകൊണ്ട് അദ്ദേഹം ബോബ് ഡിലൻ്റെതായ ഒരു ജനപ്രിയ സംഗീതം അമേരിക്കക്കാരെ തൻ്റെ സംഗീതത്തോടൊപ്പം നടത്തിയ ഒരു ചരിത്രമാണ് ബോബ് ഡിലൻ്റെതായിട്ട് പറയാനുള്ളത്. പിന്നീട് നമുക്ക് പറയാൻ കഴിയുന്ന അമേരിക്കയുടെ ഒരുപക്ഷെ 259-ാമത്തെ വ്യക്തിയാണ് ഈ നൊബേൽ സമ്മാനം നേടുന്നത്. നേരത്തെ ടോണി മോറിസൺ ആയിരുന്നു ഈ ഇത്തരത്തിലുള്ള പുരസ്കാരം നേടിയ അമേരിക്കയിൽ നിന്ന് അവസാനമായി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി. ഏതായാലും അദ്ദേഹത്തിന് ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സംഗീതജ്ഞന് ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആദരവ് ലഭിക്കുക. അദ്ദേഹം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ലോക ജനതയ്ക്ക് അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നത് സംഗീതജ്ഞൻ എന്ന നിലയിലായിരിക്കും. പക്ഷേ ഒരേ സമയം തന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച്, ചിത്രകലയെക്കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ഒക്കെ നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്ത ഈ ബോബ് ഡിലന് അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഏകദേശം 2000 അടുക്കുന്ന ഒരു സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ 90-കൾക്ക് ശേഷമുള്ള സമയങ്ങളിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടെടുത്ത ചില നിലപാടുകളിലും അതോടൊപ്പം തന്നെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് എന്ന് തന്നെ അദ്ദേഹത്തിന് പറയേണ്ടി വരും. ഏതായാലും 1960-കൾക്ക് ശേഷം ഉണ്ടായിരുന്ന 50 വർഷക്കാലത്തെ ഒരുപക്ഷെ ലോക സംഗീതത്തെ തന്നെ തൻ്റെ ഒപ്പം നടത്തിയ വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. നമുക്കറിയാം പോപ്പ് സംഗീതത്തിൻ്റെയും റോക്ക് ആൻഡ് റോൾ സംഗീതത്തിൻ്റെയും ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ തന്നെ അതിനെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സംഗീത ശൈലി രൂപപ്പെടുത്തിയെടുക്കാനും ജനങ്ങളെ സംഗീതപ്രേമികൾ ഒപ്പം നടത്തുവാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ബോബ് ഡിലൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്ത് പറയാൻ കഴിയുന്നത്. നമുക്കറിയാം ഏകദേശം അദ്ദേഹം 1960-കളിൽ തുടങ്ങുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ കഴിയുന്നത് 1 കോടിയിലധികം ആൽബങ്ങളാണ്, മ്യൂസിക് ആൽബങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും ലോകമെമ്പാടും ആരാധകരുള്ള ഒരു സംഗീതജ്ഞനാണ് ബോബ് ഡിലൻ. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അദ്ദേഹം എങ്ങനെയാണ് ഒരു സാഹിത്യ നോബൽ പുരസ്കാരത്തിന് അർഹനായി തീരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വെറുതെ ഒരു സംഗീതം എന്നൊരു ആസ്വാദന ലെവലിൽ ഉപരിയായിട്ട് ഈ സംഗീതത്തെ ഒരു സമരത്തിൻ്റെ ആയുധമായിട്ട് കൂടി തന്നെ ഒരുപക്ഷെ അവിടുത്തെ അമേരിക്കയിലെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന തൊഴിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ടും ഉള്ള പ്രശ്നങ്ങളിൽ അതോടൊപ്പം തന്നെ യുദ്ധവിരുദ്ധതയ്ക്കെതിരായ പടപ്പാട്ട് എഴുതിയത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ബ്ലോൺ ഓൺ ദ വിൻഡ് അത്തരത്തിൽ തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെ തന്നെയാണ്, വളരെ അർഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഇത്തവണത്തെ നൊബേൽ സാഹിത്യ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം ഒരുപക്ഷെ അറിയാം 1900 സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ വ്യക്തിയാണ്. സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ഒരാൾ എങ്ങനെ അമേരിക്കൻ സംഗീതത്തെ തൻ്റെ ഒപ്പം നടത്തിയെന്നൊരു ചരിത്രം കൂടിയാണ് ഒരുപക്ഷെ. അതോടൊപ്പം തന്നെ ഗിറ്റാർ വായനക്കാരൻ, ഹാർമോണിയം വായനക്കാരൻ, ഇങ്ങനെ എല്ലാ മേഖലകളിലും സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതോടൊപ്പം തന്നെ ചിത്രകല അടക്കമുള്ള മേഖലകളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ബോബ് ഡിലനെയാണ് ഇത്തവണ നൊബേൽ സ്വീഡിഷ് അക്കാദമി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിക്ക് തന്നെയാണെന്ന് പറയാൻ കഴിയും. ധന്യ.
സിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാഹിത്യകാരനും സംഗീതജ്ഞനുമായ ബോബ് ഡിലന്